സായിപ്പ് അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ കാറുമായിട്ട് കപ്പൽ മാർഗം നമ്മുടെ കൊച്ചു കേരളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്പർ 17. ഒരു നിമിഷം സായിപ്പിന് പുള്ളിയുടെ നാട്ടിലാണെന്ന് വിചാരിച്ച് സൈഡ് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ അത് അതിവിദഗ്ധമായിട്ട് പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് പോഷെ ബ്ലൂ കാർ നമ്പർ 15. പുള്ളി വളരെ കൂളായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കാറുമായിട്ട് അവരുടെ നാട്ടിൽ നിന്നും കപ്പൽ മാർഗം കൊച്ചിയിലെത്തിയത്. പിന്നാലെ വരുന്ന സായിപ്പ് ആ സിഗ്നലിൽ കിടന്ന് കൈയും കാലും ഒക്കെ കാണിക്കുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു മെഴ്സഡീസ് ബെൻസാണ്. എന്നാലും അദ്ദേഹം കാണിച്ച ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു. കാരണം മദാമ്മയെ കൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിലൂടെ അദ്ദേഹം വണ്ടി ഓടിപ്പിക്കുന്നത്. ഇത്രയും ധൈര്യം കാണിച്ച ആ സായിപ്പിനെ അഭിനന്ദിക്കാതെ വയ്യ. പിന്നാലെ വന്നത് ബുദ്ധിമാനായ സായിപ്പാണ്. പുള്ളി റൈറ്റ് ഹാൻഡ് വണ്ടിയുമായിട്ടാണ് അവിടുന്ന് പോന്നിരിക്കുന്നത്. എന്തായാലും ഇവരുടെ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും ഭംഗിയായി തന്നെ തിരിച്ചു പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് കാറായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. സൈനിങ് ഓഫ് ജിത്തു.